ബാക്ക് ടു അസൻസ് ക്യൂട്ട് ബുക്ക്. അപ്പൊ ഇന്ന് നമ്മൾ ഒരു ഔട്ടിംഗ് ഡേ ഇൻ മൈ ലൈഫാണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ബന്നാർഘട്ട നാഷണൽ പാർക്കിലാണ്. അപ്പൊ ഇവിടുന്ന് അവിടേക്ക് പോകാൻ ഒരു മണിക്കൂറുണ്ട്, അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ. ട്രാഫിക് അനുസരിച്ചിരിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞ് നമുക്ക് നോക്കാം എന്താന്ന്. അങ്ങനെ നമ്മൾ 1.5 മണിക്കൂറിലെ ട്രാവൽ കഴിഞ്ഞ് നമ്മൾ ബയോളജിക്കൽ പാർക്കിലെത്തിയേ. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞാണ് പിടികിട്ടിയത്. ഞങ്ങൾ സൺഡേ തന്നെ പോയതുകൊണ്ട് നല്ല റഷ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാനും പാടായിരുന്നു. കാരണം ഒരു നീണ്ട ലൈൻ നിൽക്കണം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. അപ്പൊ ഞങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്തു. അപ്പാണെങ്കിൽ പെട്ടെന്നെല്ലാം നടക്കുമല്ലോ. അപ്പൊ കയറി ഉടനെ ഞങ്ങൾ നടന്ന ആനിമൽസിനെ കാണുന്നതിന് മുന്നേ പോയത് ബസ് ടൂറിനാണ്. അപ്പൊ ബസ് ടൂറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നടക്കുന്ന ആനിമൽസിനെ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു പാർക്കിനകത്ത് നമ്മൾ കയറി ഉടനെ നമുക്കാണെങ്കിൽ ആദ്യം കാണാൻ പറ്റുന്ന സീബ്രന്റെ അപ്പുറമുള്ള ജിറാഫുമാണ്. അവിടേക്കൊന്നും ഞങ്ങൾ പോയില്ല. അതിന് മുന്നേ ഞങ്ങൾ ഡയറക്റ്റ് ബസ് ടൂറിന്റെ ലൈനിൽ വന്ന് നിൽക്കുമായിരുന്നേ. നമ്മളാണെങ്കിൽ ഒരു നീണ്ട ലൈനിൽ നിൽക്കുകയാണ്. ബസ്സിനാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ലൈൻ പതുക്കെ മൂവ് ആവാൻ സ്റ്റാർട്ട് ചെയ്തേ. പിന്നെ ഇത് ബസ്സിൽ കയറാൻ പോകുന്ന തൊട്ട് മുന്നേ ഉള്ള വെറ്റി. ഇവിടെ ഞാൻ ബസ്സിലെ ഗൈഡ് പറയുന്നതെല്ലാം പറയുമായിരുന്നു, പക്ഷെ എന്റെ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നേ. ഗൈഡ് പറഞ്ഞത് ഇന്ന ആനിമലിനെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത് കാണാൻ പോകുന്ന ആനിമലിനെ ഏതാണ്, ഒരു ആനിമലിനെ കണ്ട എത്ര നേരം നിർത്തും എന്നൊക്കെ ആയിരുന്നേ. അങ്ങനെ നമ്മുടെ ബസ് പതുക്കെ സ്റ്റാർട്ടായേ. ആദ്യം നമ്മളൊരു ഗേറ്റ് കടക്കും. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് വേറൊരു ഗേറ്റ് കടന്നു കഴിഞ്ഞാണ് നമുക്ക് ആനിമൽസിനെ കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ ഏരിയ നല്ല പ്രൊട്ടക്റ്റഡ് ആണെന്നാണ് ഇത് കാണിക്കുന്നത്. ഓരോ ആനിമൽസിനെ മറ്റേ ആനിമലിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. മഴ പെയ്യുന്നുണ്ടെങ്കിലും ഈ ഏരിയ ഒക്കെ കുറച്ച് ഡ്രൈ ആയിരുന്നേ. ഞങ്ങൾ ആദ്യം കണ്ടത് എലഫന്റിനെ ആയിരുന്നേ. അപ്പൊ ആദ്യം ഒരു കുട്ടിയാന തന്നെയായിരുന്നു പ്രതീക്ഷപ്പെട്ടത്. പക്ഷെ ഈ കുട്ടിയാനയുടെ കൂടെ ഞങ്ങൾ വലിയ ആനേനെ ഒന്നും കണ്ടിട്ടില്ലായിരുന്നേ. പിന്നെ കുറച്ചും കൂടെ ദൂരെ പോയി കഴിഞ്ഞാണ് ആന കുളിക്കുന്നതും വേറെ ആനകളെയൊക്കെ ഞങ്ങൾ കാണാൻ ഇടയായത്. അതിനകത്ത് ഒരു ആന മറിഞ്ഞങ്ങ് കുളിക്കുമായിരുന്നേ. ഈ ആനകളുടെ കൂടെ 2-3 പാപ്പന്മാരുണ്ടായിരുന്നേ. ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് ഒരു ആന ഒരു സൈഡിലേക്ക് മാത്രം നോക്കി അങ്ങോട്ട് നടക്കുന്നു. അത് എന്താ നോക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കിയപ്പോ ഒരു കല്ലിന്റെ മുകളിൽ ഒരു ക്രോക്കഡൈൽ ഇരിക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഈ ഒരു സീൻ കണ്ടപ്പോ തോന്നി ഇപ്പൊ കുറച്ച് വൈൽഡ്നെസ് എങ്ങാനും കേറി വന്നാലോ എന്ന്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്യാലോ ഈ ആനകളിനെ. വെള്ളത്തിലായതുകൊണ്ട് ക്രോക്കഡൈലിന് അത് ഈസിയാണ്. പിന്നെ എനിക്ക് തോന്നി ഈ ക്രോക്കഡൈൽ ഈ പാപ്പന്മാര് പോവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാന്ന്. കാരണം അവര് പോയാലേ അതിന് ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഡ്രൈവർ പതുക്കെ അവിടുന്ന് മൂവ് ചെയ്യാൻ തുടങ്ങിയ വണ്ടി വൈൽഡ്നെസ് ഒന്നും കേറി വന്നില്ലായിരുന്നു. പിന്നെ അവിടുന്ന് മൂവ് ചെയ്ത് ഞങ്ങൾക്ക് 3 ആനകളെ ഒരുമിച്ച് കാണാൻ പറ്റിയേ. അതിനകത്ത് ഒരെണ്ണം കുട്ടിയാനായിരുന്നു. അപ്പൊ അതിങ്ങനെ താഴെ കിടക്കുമായിരുന്നേ. കാണാൻ നല്ല രസമുണ്ടായിരുന്നത്. ഇത് കണ്ട് കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോ ബസ്സിലെ എല്ലാരും എണ്ണീറ്റ് മുന്നേക്ക് നോക്കുന്ന കണ്ടു. എന്താന്ന് നമുക്ക് കാര്യം പിടികിട്ടിയില്ല. പിന്നെ എന്റെ സൈഡിലെ വിൻഡോ കൂടെ നോക്കിയപ്പോഴാണ് പിടി കിട്ടിയത്. ആന റോഡിൽ കിടന്ന് ഉറങ്ങുമായിരുന്നേ. പിന്നെ പാപ്പാമാർ അതിനെ വന്ന് കൊണ്ടുപോയേ. ഇത് ഉച്ച സമയം ആയിരുന്നോണ്ടായിരുന്നു അല്ല ആനിമൽസിനും കുറച്ച് ഉറക്കം പോലെ. അങ്ങനെ ആനയെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ മാനിനെയും മ്ലാവിനെയാണ് കാണാൻ പോയത്. അപ്പൊ ഞാൻ ആദ്യം സ്പോട്ട് ചെയ്തത് എന്റെ വിൻഡോയിലെ സൈഡില് ഒരു മാനിനെ ആയിരുന്നേ. പിന്നെയാണ് നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് മാനിനെയും മ്ലാവിനെയും ഒക്കെ കാണാൻ പറ്റിയത്. അത് കാണാൻ ഏതാണ്ട് ഒരു കാർട്ടൂൺ കാണുന്ന പോലൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു അതൊക്കെ കാണാൻ. പിന്നെ മാനിനെയും മ്ലാവിനെയും കണ്ടു കഴിഞ്ഞാൽ അടുത്ത കാണാൻ പോയത് നമ്മൾ ബിയറിനെയാണ്. ബിയറിനെ നമുക്ക് ജസ്റ്റ് ഒരെണ്ണത്തിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം ഡീപ്പ് ഇൻസൈഡ് ദ ഫോറസ്റ്റ് ആയിരുന്നു. കാരണം ഉച്ച ആയതുകൊണ്ട് മിക്കതും ഉറങ്ങാൻ പോയെന്നാണ് ബസ് ഡ്രൈവർ പറഞ്ഞത്. എന്തായാലും ബിയറിനെ കണ്ടുടനെ നമ്മൾ കാണാൻ പോയത് ടൈഗറിനെയാണ്. ടൈഗർ കേജ്ഡ് ആയിരുന്നു. അത്ര ഫ്രീ ആയിട്ടല്ലായിരുന്നു അത് നടക്കുന്നത്. അപ്പോഴായിരുന്നു ഞങ്ങളോട് ബസ് ഡ്രൈവർ പറഞ്ഞത് രാവിലെ വന്നപ്പോ ഇതൊക്കെ നല്ല ആക്റ്റീവ് ആയിരുന്നു. ഇതിപ്പോ ഉച്ച ആയതുകൊണ്ടാണ് ഇതൊക്കെ ഒരു സ്ലീപ്പി മോഡ് പോലെ. പിന്നെ ഈ ടൈഗർ കൂട്ടങ്ങളുടെ കൂടെ ചീറ്റ ഉണ്ടായിരുന്നേ. ചീറ്റ ഞാൻ സൂം ചെയ്ത് നോക്കിയപ്പോ ആ ഗ്രീൻ കണ്ണുമായിട്ട് കുറച്ച് സ്കെയറി ആയിട്ട് തോന്നിയേ. പിന്നെയും കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞ് ഞങ്ങൾ ലയണിനെയും ലയണസിനെയും ആയിരുന്നു കണ്ടത്. ലയണും ലയണസും നമ്മളെ ഒട്ടും മൈൻഡ് ചെയ്തില്ലായിരുന്നു. ഈ തല ഇങ്ങനെ തിരിച്ചു വെച്ചേക്കുമായിരുന്നേ. എല്ലാരും അത് നോട്ട് ചെയ്ത് പറയുകയും ചെയ്തു. ഞങ്ങൾ ആദ്യം കണ്ട ലയണസിനെ ആയിരുന്നു. അത് കഴിഞ്ഞായിരുന്നു ഞങ്ങൾ ലയണിനെ കണ്ടത്. ലയൺ ഭയങ്കരമായിട്ട് ഉറക്കത്തിലായിരുന്നു. കണ്ണടച്ച് കിടന്ന് ഉറങ്ങുമായിരുന്നു. അതുകൊണ്ട് അതിന്റെ ആക്റ്റീവ് മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ അവിടുന്ന് അടുത്ത് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ലയണും ലയണസിനെയും കണ്ടു. അതും രണ്ടും ഉറങ്ങുമായിരുന്നു. അത് കഴിഞ്ഞാണ് ആക്ച്വലി കുറച്ച് നന്നായിട്ട് ഇച്ചിരി ആക്റ്റീവ് ഒക്കെ ആയിട്ട് ഒരു ലയണിനെ കണ്ടത്.
ഞങ്ങളെ കണ്ടതോ ഞങ്ങളെ തിരിഞ്ഞൊന്ന് നോക്കിയേ. പക്ഷെ ഞങ്ങളെ നോക്കിയതും അത് ഒറ്റയടിക്ക് വായിക്കോട്ടെ ഇടുമായിരുന്നു. അപ്പൊ അത് വായിക്കോട്ടെ ഇട്ടപ്പോ ഞങ്ങളുടെ ബസ്സിലുള്ള ആൾക്കാരുടെ റിയാക്ഷൻ ഞാൻ ഇപ്പൊ കേൾപ്പിക്കാവേ. ഇതായിരുന്നു എല്ലാവരുടെയും റിയാക്ഷൻ. പക്ഷെ ഇത് കണ്ടപ്പോ നമുക്ക് കുറച്ചും കൂടെ ബോധ്യമായി അത് നല്ല ഒരു സ്ലീപ്പിംഗ് മോഡിലാന്ന്. പിന്നെ ഞങ്ങൾ അടുത്തത് പോയത് വൈറ്റ് ടൈഗറിനെ കാണാനാണ്. വൈറ്റ് ടൈഗർ ഏതാണ്ട് ഫൈറ്റിംഗ് മോഡിലായിരുന്നു, അത് സ്ലീപ്പിംഗ് മോഡിലൊന്നും അല്ലായിരുന്നു. അതാണെങ്കിൽ അപ്പുറത്തിരിക്കുന്ന നമ്മുടെ നോർമൽ ടൈഗറുമായിട്ട് വഴക്കിന്റെ മോഡിലായിരുന്നു എന്നൊരു സംശയം ഇല്ലാതില്ല. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ദേഷ്യത്തിൽ നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ ആ സമയത്ത് തന്നെ ഞങ്ങളൊരു ടൈഗർ ആണെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുന്നതുണ്ട്. അതിങ്ങനെ പുല്ലിന്റെ ഇടയിൽ കൂടെ ഇറങ്ങുന്ന കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ചില ടൈഗറിന്റെ സ്റ്റോറീസും പോയംസും ആയിരുന്നേ. പിന്നെ ലാസ്റ്റ് ടൈഗറിന്റെ കപ്സിനെയും കൂടെ കാണിച്ചിട്ടാണ് ബസ് ടൂർ അവിടെ ഫിനിഷ് ആയത്. എന്തായാലും കുഴപ്പമില്ലാത്തൊരു ബസ് ടൂർ ആയിരുന്നേ. ഫിനിഷ് ആയി എല്ലാം. ഇനിയും നമുക്ക് വേണമെങ്കിൽ ബട്ടർഫ്ലൈ പാർക്കിൽ പോകാൻ പറ്റും. നോക്കട്ടെ അവിടെ പോകുന്നുണ്ടോ ഇല്ലയെന്ന്. അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ കയറാം. അങ്ങനെ നമ്മള് ബട്ടർഫ്ലൈ പാർക്കിൽ കയറാൻ പോവാണ്. ബട്ടർഫ്ലൈ പാർക്കില് ചിൽഡ്രൻസിന് സീനിയർ സിറ്റിസണ് 30 രൂപ, അഡൽസിന് 50 രൂപ. ബട്ടർഫ്ലൈ പാർക്കിലാണ് കയറിയിരിക്കുന്നത്. അവർ പറഞ്ഞേക്കുന്നത് 9 PM തൊട്ട് 3 PM വരെയാണ്. 9 AM തൊട്ട് 3 PM വരെയാണ് ബട്ടർഫ്ലൈസ് കാണാൻ പറ്റുമെന്ന്. സമയം പക്ഷെ കഴിഞ്ഞുപോയി, 3:41 ഇപ്പം. അപ്പൊ ബട്ടർഫ്ലൈ പാർക്കിൽ കയറി കഴിഞ്ഞാൽ അവിടെ കുറച്ച് കാര്യങ്ങൾ വായിക്കാനുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് അവിടുന്ന് സ്ട്രേറ്റ് പോകുമ്പോൾ നമ്മളൊരു വലിയ ബട്ടർഫ്ലൈനെ വാളിലേക്ക് പെയിന്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണും. അപ്പൊ ഞാനത് കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചത് അത് ജസ്റ്റ് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമാണെന്നാണ്. പക്ഷെ അത് ആക്ച്വലി അവിടെ 2 ഡോറുണ്ട്. അത് തുറന്നാലാണ് ഈ ബട്ടർഫ്ലൈ പാർക്കിലേക്ക് കയറാൻ പറ്റുന്നത്. അപ്പൊ അവിടെ ആദ്യം കയറി വരുമ്പോൾ നമ്മൾ മെയിൻലി ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല്, കയറി വരുമ്പോഴേ ഈ ബട്ടർഫ്ലൈ പാർക്കിന്റെ സീലിംഗില് കുറെ പോട്ട്സ് ഇങ്ങനെ കമത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരനിരയായിട്ടാണ് അതിങ്ങനെ കമത്തി വെച്ചേക്കുന്നത്. ഞാൻ വിചാരിച്ചു അതാണ് ബട്ടർഫ്ലൈസിന് ബ്രീഡ് ചെയ്യാൻ വേണ്ടിയാന്ന്. പക്ഷെ എനിക്ക് ഉറപ്പില്ല അത് എന്തിനു വേണ്ടി അങ്ങനെ വെച്ചേക്കുന്നെന്ന്. ഇതാരോടും എൻക്വയറി ചെയ്യാനും പറ്റിയില്ല, കാരണം അവിടെ ഒരു ജീവനക്കാരോ അതോ ഞങ്ങളുടെ കൂടെ ഗൈഡോ ഇല്ലായിരുന്നു അവിടെ പോകുന്ന സമയത്ത്. എന്തായാലും അവിടെ കയറി കഴിഞ്ഞ് ഏതെങ്കിലും ബട്ടർഫ്ലൈസിന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അത് പാടായിരിക്കും, കാരണം അതിങ്ങനെ പറന്ന് കളിക്കുമല്ലേ. എന്തായാലും കഷ്ടിച്ച് നമ്മൾ കുറച്ചെണ്ണത്തിന് എടുത്തു. പിന്നെ അവിടെ ഒരു വാട്ടർഫോൾസും ഉണ്ട്. ചെറുതായിട്ടാണ് ഈ വാട്ടർഫോൾസ് സെറ്റ് ചെയ്തേക്കുന്നത്, എന്നാലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതാണ് ആ വലിയ വാട്ടർഫോള്. വലുതെന്ന് ഇവിടത്തെ വലിയത്, ഇവിടെ അനുസരിച്ചത് വലിയതാണ്. അങ്ങനെ ഈ വാട്ടർഫോളൊക്കെ കണ്ട് കുറച്ച് മുന്നോട്ട് പോയപ്പോ ഞങ്ങൾ കണ്ട ഒരു കാഴ്ചയാണ് വാട്ടർമെലൺ, ഓറഞ്ച്, പൈനാപ്പിള് ഒക്കെ എടുത്തു വെച്ചേക്കുന്നു. ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ കുറെ ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു. എടുക്കുന്ന സമയത്ത് അത് മൊത്തം പോയേ. എന്തായാലും ഇത് കണ്ടപ്പോ ഞങ്ങൾക്ക് വിഴി കിട്ടി, ബട്ടർഫ്ലൈസ് വാട്ടർമെലണും ഓറഞ്ചും പൈനാപ്പിളും ഒക്കെ കഴിക്കുന്നു. എന്തായാലും അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ബട്ടർഫ്ലൈ പാർക്ക് ഓൾമോസ്റ്റ് കണ്ടു കഴിഞ്ഞ് അത് കഴിഞ്ഞ് വേറൊരു ഡോറിൽ കൂടെ കടന്ന് നമ്മൾ കുറെ വായിക്കാനുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. പിന്നെ ഇവിടെ കൊടുത്തേക്കുന്നത് കുറെ ഇൻഫോർമേഷൻ ആണ്, അത് നമുക്ക് വായിച്ചേ പിടികിട്ടത്തുള്ളേ. ഞാൻ വായിച്ചൊക്കെ ശ്രമിച്ചപ്പോൾ കുറെ സയന്റിഫിക്കൽ ടേംസ് ഒക്കെ വന്നിട്ടുണ്ട് അതിനകത്ത്. പിന്നെ ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പിടികിട്ടിയുള്ളൂ, ഹ്യൂമന്റെ കണ്ണുകളിൽ നിന്നും ബട്ടർഫ്ലൈന്റെ കണ്ണുകളിൽ നിന്നും ബീസിന്റെ കണ്ണുകളിൽ നിന്നും കാര്യങ്ങൾ എങ്ങനെ കാണാൻ പറ്റുമെന്ന്. ഇതൊക്കെ കണ്ടിട്ട് ഓൾമോസ്റ്റ് കിളി പോയിരിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്സിലൊക്കെ പഠിപ്പിക്കുന്ന സാധനം മെറ്റാമോർഫോസിസ്, അത് വന്നപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ പിടി കിട്ടിയത്. അപ്പം ഞാനത് വീഡിയോ എടുക്കാൻ തുടങ്ങിയേ. ഇവിടെ ഈ മെറ്റാമോർഫോസിസിനെ കുറിച്ചൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് വീഡിയോ എടുക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്ലാസ്സിൽ പഠിച്ച പോലത്തെ ഒരു മെറ്റാമോർഫിസ് അല്ല ഇത്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതാ ഈ സാധനം മാത്രമാണ്. ബട്ട് ഇവിടെ കാണിക്കുന്നു നോ മെറ്റാമോർഫോസിസ്, സ്ലൈഡ് മെറ്റാമോർഫോസിസ്, കംപ്ലീറ്റ് മെറ്റാമോർഫോസിസ്. ഇങ്ങനത്തെ ഓരോ സ്റ്റേജും കാണിച്ചു പോകുന്നുണ്ട് ഇവിടെയൊക്കെ. പിന്നെ നമ്മൾ മിക്കതും വായിച്ച് മനസ്സിലാക്കണം. മമ്മി ഇത് കുറച്ചൊക്കെ വായിച്ച് മനസ്സിലാക്കി. പിന്നെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മ്യൂസിയത്തിന്റെ അകത്ത് തന്നെ ഓരോ റെയിൻ ഫോറസ്റ്റ് ഇങ്ങനെ ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് ബഗ്ഗിനെയും ഒക്കെ വെച്ചേക്കുവാണ്. ഇത് മൊത്തത്തിൽ കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ ഇതൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയേ. നമ്മള് ബട്ടർഫ്ലൈ പാർക്കിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ഈ പാർക്കിൽ വെറുതെ കുറച്ചു നേരം ഇരിക്കുകയാണ്. ഇനിയിപ്പം നമ്മള് ഫുഡ് കഴിക്കാൻ പോകും. അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറിയപ്പോഴാണ് കറക്റ്റ് നല്ല ഇടിവെട്ട് മഴ പെയ്തത്.
അപ്പൊ തന്നെ നമുക്ക് പിടികിട്ടി ഞങ്ങള് ബാക്കി കാണാനിരുന്ന ആനിമൽസ്, അതായത് ജിറാഫ് പോലത്തെ ആനിമൽസിനൊന്നും കാണാൻ പറ്റത്തില്ലെന്ന്. ഇവിടെ കുറച്ച് മുന്നേ മഴ പെയ്യുമായിരുന്നു, ഇപ്പം കാറ്റ് മഴേനെ കൊണ്ടുപോയി. നമ്മള് ഇപ്പൊ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനിയും നമുക്ക് ഇവിടുന്ന് ഒന്ന് ഇറങ്ങാൻ നോക്കണം. അങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് കാറ്റ് കൊണ്ടുപോയ മഴ തിരിച്ചു വന്ന പോലെ തകർപ്പം മഴ പെയ്തത്. പിന്നെ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നേ. എന്തായാലും മറ്റേ ആനിമൽസിനൊന്നും കാണാൻ പറ്റാത്തതിന്റെ വിഷമമുണ്ട്. കാരണം മഴ കൂടിക്കൂടി വരുമായിരുന്നു, ഒട്ടും നിർത്തുന്നതിന്റെയോ അതോ കുറയുന്നതിന്റെ സൈൻസ് ഇല്ലായിരുന്നു. ഈ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഈ റെസ്റ്റോറൻറ്റിൽ കയറിയ സമയത്ത് റെസ്റ്റോറൻറ്റ് അടുത്തുള്ള വേറെ കുറെ കടകളിലും കൂടെ ഇങ്ങനെ കയറി നോക്കുമായിരുന്നു. ഞങ്ങൾ അവരെ പോലൊക്കെ കടയിൽ കയറി. അപ്പൊ ഞാൻ കൂടുതൽ നോക്കിയിരുന്ന കളിപ്പാട്ടങ്ങളിലായിരുന്നേ. അപ്പൊ മറ്റേ കളിപ്പാട്ടം നോക്കുന്ന ഇടയ്ക്ക് ഞാൻ ഈ ഒരു കളിപ്പാട്ടം എടുത്തു. പിന്നെ ഈ ബോൾ എങ്ങനെയെങ്കിലും ഈ ബാസ്ക്കറ്റിലാക്കണം എന്നുള്ള എയിം മാത്രമായിരുന്നു ഞാൻ. പക്ഷെ എത്ര നോക്കിയിട്ടും ഇത് ചെയ്യാൻ നല്ല പാടായിരുന്നേ. ആ സമയത്ത് അമ്മ വേറെ കുറെ കളിപ്പാട്ടം നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നേ. എന്തായാലും ഇത് കേൾക്കുന്ന സൗണ്ട് നല്ല രസമായിരുന്നു. പിന്നെ ഈ ടോയ് ചേട്ടൻ എടുത്ത് ട്രൈ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ചേട്ടച്ച് പറഞ്ഞു ഞാൻ ബാസ്കറ്റ് ബോളിന് നല്ലതാ. അപ്പൊ ഞാൻ പറഞ്ഞു അതുമായിട്ടൊന്നും റിലേഷൻ ഇല്ല ഈ സാധനത്തിന്. ചേട്ടൻ ട്രൈ ചെയ്ത് നോക്കുന്നത് കണ്ടപ്പോ എനിക്ക് തോന്നി ഞാൻ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. എങ്ങാനും കിട്ടിയാലോ. ഇത് കണ്ടോ, എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ആക്കാൻ പറ്റുന്നില്ല ഇതങ്ങോട്ട്, ആകണില്ലെന്നേ. ഇപ്പൊ നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് നല്ലൊരു ബസ് കിട്ടി. കർണാടകയിലെ ഒരു AC ബസ്സാണിത്. അപ്പം ബസ് കിട്ടിയപ്പോൾ നമ്മൾ ചോദിച്ചു എവിടേക്കാണ് പോകുന്നത്. അപ്പൊ അവര് പറഞ്ഞു നമ്മുടെ ഏരിയയിലേക്ക് തന്നെ പോവാന്ന് പറഞ്ഞപ്പോൾ നമ്മളവിടെ കയറിയുണ്ട്. ഞാൻ പാട്ടൊക്കെ കേട്ടിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ വീട്ടിലേക്കുള്ള പാതി വഴി ബസ്സിലും പാതി വഴി നമ്മൾ കാറിലുമാണ് പോയത്. To the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us. അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തി. വന്നിട്ട് നല്ല ലേറ്റായി, 8:40 ആയി. ഇപ്പൊ ഇന്നത്തെ ഔട്ടിംഗ് വ്ലോഗ് അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.